ഓം ശാന്തി 19/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, സദാ സന്തോഷത്തിലിരിക്കൂ. നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇത് തന്നെയാണ് മന്മനാഭവ. നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഇന്നലെ കല്ല് ബുദ്ധികളായിരുന്നു, ഇന്ന് പവിഴബുദ്ധി ആകുന്നു. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത് എന്നത് ഓർമ്മിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നു, വളരെ ശ്രേഷ്ഠ ഭാവന ഉണ്ടാകുന്നു, സ്വയം തന്നെ പ്രതിയും ബഹുമാനമുണ്ടാകുന്നു. കാരണം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ഇങ്ങനെ ഭഗവാനെ ഓർമ്മിക്കുന്നത് തന്നെയാണ് മന്മനാഭവ. നമ്മൾ നമ്മുടെ ഇന്നലത്തെ സ്ഥിതി എന്തായിരുന്നു, ഇന്നത്തെ സ്ഥിതി എന്താണ് എന്നത് നോക്കുമ്പോൾ വ്യത്യാസം അറിയാൻ സാധിക്കും. ഇന്നലെ, അതായത് ജ്ഞാനം ലഭിക്കുന്നതിന് മുൻപ് നാം കല്ല് ബുദ്ധിയായിരുന്നു, ഇപ്പോൾ പവിഴ ബുദ്ധിയാണ്. എത്ര വിപരീത പരിതസ്ഥിതി വന്നാലും അതിലെല്ലാത്തിലും നമുക്ക് നന്മ അല്ലെങ്കിൽ മംഗളം കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പവിഴബുദ്ധി. ചോദ്യം: ഭാഗ്യം തുറക്കുന്നതിൻ്റെ ആധാരം എന്താണ്? ഉത്തരം: നിശ്ചയം. ഭാഗ്യം തുറക്കുന്നതിൽ താമസമുണ്ടെങ്കിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. നിശ്ചയബുദ്ധി നല്ല രീതിയിൽ പഠിച്ച് കുതിച്ചു ചാടും. ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പിന്നാലെയായി പോകും. ആര് നിശ്ചയബുദ്ധിയായി തൻ്റെ ബുദ്ധിയെ ബാബ വരെ ഓട്ടിക്കുന്നുവോ അവർ സത്തോ പ്രധാനമായി തീരുന്നു. നമ്മുടെ ഭാഗ്യം തുറക്കുന്നത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലാണ്. ഭാഗ്യമെന്നത് സന്തോഷത്തോടെ ഇരിക്കുക എന്നതാണ്, എപ്പോഴും നിറവ് അനുഭവപ്പെടുക എന്നതാണ്, എപ്പോഴും സുരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് ഭാഗ്യം തുറക്കുമ്പോൾ. ഈ ഭാഗ്യം തുറക്കുന്നതിൻ്റെ ആധാരമാണ് നിശ്ചയം. നമുക്ക് നമ്മളിൽ നിശ്ചയം വേണം, ബാബയിൽ നിശ്ചയം വേണം, ഡ്രാമയിൽ നിശ്ചയം വേണം, പരിവാരത്തിലും നിശ്ചയം വേണം. എത്ര നിശ്ചയമുണ്ടായിരിക്കുമോ അത്രയും നാം ഭാഗ്യശാലി എന്ന് തിരിച്ചറിയും. നിശ്ചയം കുറവെങ്കിൽ അതിനർത്ഥം ഭാഗ്യവും തുറക്കുന്നത് കുറവായിരിക്കും. അതിനനുസരിച്ച് ആത്മാവ് ചഞ്ചലതയിൽ വരും, ചപലമായിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിശ്ചയബുദ്ധിയായിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും. അവർക്ക് കുതിച്ചു ചാടി മുന്നേറാനും സാധിക്കും. ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നെ പിന്നാലെയായി പോകും. കാരണം സംശയം നമ്മെ ഭാരിച്ചതാക്കുന്നു. ഭാരമുണ്ടെങ്കിൽ കുതിച്ചുയരാൻ സാധിക്കില്ല. നിശ്ചയബുദ്ധിയായി തൻ്റെ ബുദ്ധിയെ ബാബ വരെ ഓടിച്ച് ബാബയുമായി കണക്ഷൻ വെച്ച് തന്നെ ഇരിക്കുകയാണെങ്കിൽ സതോ പ്രധാനമായി തീരുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ഡബിൾ സന്തോഷത്തിലിരിക്കണം. അതായത് നമ്മുടെ യാത്ര പൂർത്തിയായി. ആദ്യം നമ്മൾ നമ്മുടെ വീടായ ശാന്തിധാമത്തിലേക്ക് പോകും, പിന്നെ തൻ്റെ രാജധാനിയിലേക്ക് വരും. 2. തലയ്ക്ക് മേൽ ജന്മജന്മാന്തരങ്ങളുടെ പാപത്തിൻ്റെ ഭാരമുണ്ട്, അത് ഭസ്മമാക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരു വികർമ്മവും ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമുക്ക് ഡബിൾ സന്തോഷമാണുള്ളത്. 1. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ദീർഘയാത്ര പൂർത്തിയായി. നാം വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 5000 വർഷങ്ങൾക്ക് മുൻപ് പരംധാമത്തിൽ നിന്ന് ശാന്തിധാമത്തിൽ നിന്നാണ് വന്നത്. ഇത്രയും കാലത്തിന് ശേഷം പിന്നെയും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത സന്തോഷമാണ് വീട്ടിലെത്തിയ ഉടൻ തന്നെ നമ്മൾ നമ്മളുടെ രാജധാനിയിലേക്കും പോകും. അതായത് തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന്
സത്യയുഗത്തിൽ നമ്മുടെ ദൈവിക ജന്മമെടുക്കും. ഈ രണ്ട് സന്തോഷവും ഒന്നിച്ചുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ തലയിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപമുണ്ട്. ഈ പാപം നശിപ്പിക്കണം. അതിനായി ബാബയെ ഓർമ്മിക്കണം. നമ്മൾ ഒരിക്കലും ദേഹബോധത്തിൽ വന്ന് ഒരു തെറ്റും ചെയ്യരുത്. വരദാനം: ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ സഹയോഗത്തിലൂടെ സർവരിലും ശക്തി നിറയ്ക്കുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. സദാ ശക്തിശാലി ഭവയുടെ വരദാനം പ്രാപ്തമാക്കി സർവ ആത്മാക്കളിലും ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ ബലം നിറയ്ക്കുന്ന സേവനം ചെയ്യൂ. ഏതുപോലെ ഇന്നത്തെ കാലത്ത് സൂര്യനിൽ നിന്നുള്ള ശക്തി ശേഖരിച്ച് പല കാര്യങ്ങളിലും സഫലമാക്കുന്നു. ഇങ്ങനെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിക്കൂ. അപ്പോൾ മറ്റുള്ളവർക്കും സങ്കല്പങ്ങളിലൂടെ ബലം നിറയ്ക്കാൻ സാധിക്കും. ഈ സങ്കല്പം ഇഞ്ചക്ഷൻ്റെ ജോലി ചെയ്യും. ഇതിലൂടെ ഉള്ളിലുള്ള വൃത്തിയിൽ ശക്തി വരുന്നു. അപ്പോൾ ഇനി ശ്രേഷ്ഠ ഭാവനയുടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ പരിവർത്തനം ചെയ്യുക. ഈ സേവനം ആവശ്യമാണ്. ഇനി സങ്കല്പങ്ങളിലൂടെ മറ്റുള്ള ആത്മാക്കൾക്ക് ബലം നിറയ്ക്കുന്ന സേവനം ചെയ്യണം. ഏതുപോലെ സൂര്യനിൽ നിന്ന് ശക്തി ശേഖരിച്ച് പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു, ഇതുപോലെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് മറ്റുള്ളവർക്ക് സങ്കല്പങ്ങളിലൂടെ ബലം നൽകണം. ഇതൊരു ഇഞ്ചക്ഷൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഉള്ളിൽ വൃത്തിയിൽ ശക്തി വരുന്നു. ഇങ്ങനെ ശ്രേഷ്ഠ ഭാവനയിലൂടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ പരിവർത്തനം ചെയ്യുക. ഈ സേവനം ആവശ്യമാണ്. സ്ലോഗൻ: മാസ്റ്റർ ദുഃഖം ഹരിക്കുന്നവനായി ദുഃഖത്തെയും ആത്മീയ സുഖത്തിൽ പരിവർത്തനം ചെയ്യണം. ഇത് താങ്കളുടെ ശ്രേഷ്ഠ കർത്തവ്യമാണ്. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. അങ്ങനെയുള്ള ബാബയുടെ കുട്ടികളായ നമ്മൾ മാസ്റ്റർ ദുഃഖം ഹരിക്കുന്നവരാണ്. മാസ്റ്റർ ദുഃഖം ഹരിക്കുന്നവരായി ദുഃഖത്തെയും ആത്മീയ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യണം. ഇത് ശ്രേഷ്ഠ കർത്തവ്യമാണ്. ഓം ശാന്തി.